നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ജപ്പാൻ കൊറിയ യാത്രയിലെ അവസാന ദിനമാണ്. ബെന്നീസ് റോയൽ ടൂഴ്സിനോടൊപ്പം ഈ യാത്രയിൽ പങ്കുചേർന്നിട്ട് ഏതാണ്ട് 13 ദിവസങ്ങളായി. ഇന്ന് നമ്മൾ കൊറിയയിൽ പോകാൻ പോകുന്നതാണ് ഏറ്റവും രസകരമായ ഒരു സംഭവം. നമ്മളിപ്പോൾ ഇന്ത്യയിലൊരു യാത്ര പോവുകയാണെങ്കിൽ അമൃത്സറിലെത്തുകയും അവിടെ ചെന്ന് വാഗാ ബോർഡറിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബഹളം, അടി, വഴക്കൊക്കെ കാണുകയും ചെയ്യുന്ന നമ്മുടെ ഒരു വിനോദമാണല്ലോ. അതായത് അവിടുത്തെ ചേഞ്ച് ഓഫ് ഗാർഡ്സ് എന്ന് പറയുന്നത് അങ്ങേയറ്റം രസകരമായ സംഭവമാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നല്ല ബന്ധത്തിലായതുകൊണ്ട് നമുക്കും വലിയ സന്തോഷമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ. ഏതാണ്ട് അതേ സംഭവമാണ് ഇവിടെ ഉള്ളത്. DMZ, അതായത് ഡീമിലിറ്ററൈസ്ഡ് സോൺ എന്നാണ് ഇതിൻ്റെ പേര്. ഡീമിലിറ്ററൈസ്ഡ് സോൺ, അതായത് നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ ചേരുന്ന അതിർത്തിയാണ് ഈ ഒരു DMZ എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വളരെ ഗംഭീരമായ ശത്രുത, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളതിനേക്കാൾ ശത്രുത ആയതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ടെൻഷനുള്ള ഒരു ബോർഡറായിട്ടാണ് ഇതിനെ കരുതപ്പെടുന്നത്. അപ്പോൾ അവിടത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവിടെ വെടിപൊട്ടും, ഇടയ്ക്കിടയ്ക്ക് അതിർത്തി അടയ്ക്കും, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ എന്തൊക്കെയാണ് കാഴ്ചകളെന്നാണ് നോക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അവിടെ, കാരണം ഇന്ന് ലേറ്റായിപ്പോയി. നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ് ഈ കാണുന്നത്. ഇത് സൗത്ത് കൊറിയയിലെ സോൾ എന്ന സ്ഥലത്താണ്, അതായത് ഇവിടുത്തെ തലസ്ഥാന നഗരിയിലാണ്. അപ്പോഴത്തേക്ക് ഒരു വണ്ടി ഒന്നവിടെ അടഞ്ഞു. പോകാം, ചെയ്യാതെ ലെറ്റ്സ് ഗോ. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മലനിരകൾ നോർത്ത് കൊറിയയിലാണ്. ഇത് സൗത്ത് കൊറിയ, അത് നോർത്ത് കൊറിയ. ലെഫ്റ്റിൽ കാണുന്ന മലനിരകൾ, അതിനിടയ്ക്ക് ഒരു വലിയ വേലിക്കെട്ടുണ്ട്. ഇതാണ് നോർത്ത് കൊറിയ. ഗംഭീര ഫെൻസിങ് ആണ് അതിനിടയ്ക്ക്. നിറച്ച് ക്യാമറകളും അതുപോലെ കാവൽ പുരകളും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞാൽ ഒരു പുഴ, ആ പുഴയ്ക്കപ്പുറത്ത് നോർത്ത് കൊറിയ. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ DMZയിലെത്തും. ഈ രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തിയാണ് DMZ. ഏതാണ്ട് 10 കിലോമീറ്റർ വീതിയിലുള്ള ഒരു നോമാൻസ് ലാൻഡാണ് രണ്ട് രാജ്യങ്ങൾക്ക് ഇടയിലുള്ളത്. ആ 10 കിലോമീറ്റർ ദൂരം സീസ് ഫയറാണ്, വെടി നിർത്തൽ സ്ഥലങ്ങളാണ്. വെരി ക്ലോസ്. നമ്മളിപ്പോൾ സൗത്ത് കൊറിയയിലെ ഏറ്റവും നോർത്തേൺ മോസ്റ്റ് സിറ്റിയിലേക്കാണ് എത്തുന്നത്. അവിടെയാണ് DMZ ഉള്ളത്. പഞ്ചമോൺ എന്ന മറ്റോ ആണ് ആ സിറ്റിയുടെ പേര്. കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പൻമുജോം എന്നാണ് വായിക്കുന്നതെന്ന് തോന്നുന്നു. പൻമുജോം. JSA. ഓ, 10 മിനിറ്റ് കൊണ്ട് നമ്മളിപ്പോൾ ബോർഡറിൽ എത്താൻ പോവുകയാണ്. വീണ്ടും വേലിക്കെട്ട് കണ്ടു. Was shut down. Now is Ghost City. 생각보다 아주 많지는 않은데. നമ്മളിനി ഇവിടെ നിന്ന് വേണം DMZ കാണാനുള്ള ടിക്കറ്റ് എടുക്കാൻ. They are working for waiting to open the ticket first. Go first. Restaurant is on the first floor, that building. Yeah, I know this place. ഇതിവിടുത്തെ ടിക്കറ്റ് സെൻ്ററാണ്. ഇവിടെ ഓഡിയോ ഗൈഡ്, റെൻ്റർ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. 9 മണിക്ക് ടിക്കറ്റ് ഓപ്പൺ ആവുകയുള്ളൂ. നമുക്ക് ടിക്കറ്റ് കിട്ടിയ ലക്ഷമുണ്ട്. നോക്കട്ടെ, ടിക്കറ്റ് കിട്ടിയോ? ആണോ? നമ്മൾ ഇവിടെ പാസ്പോർട്ടൊക്കെ കൊടുക്കണം, എന്നാലേ ടിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കൂപ്പൺ കിട്ടി. ഇനിയിപ്പോൾ ഇനി അടുത്ത ക്യൂ നിൽക്കണോ? കൗണ്ടർ കിട്ടി നമുക്ക് 40 നമ്പർ കിട്ടി. അത് വെച്ച് ടിക്കറ്റ് മേടിക്കാം. ശരി, ഓക്കെ.
ഇതാണ് ക്യൂ. അപ്പോൾ ഇന്ന് ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ? ചെറിയൊരു സാധ്യതയുണ്ട്. ഇവർ ഗ്രൂപ്പ് ടിക്കറ്റിന് വേണ്ടി ലൈനിൽ നിന്ന് ടോക്കൺ എടുത്തത്. നമ്മൾ ഫസ്റ്റ് പ്രൊസീജിയർ കഴിഞ്ഞു. ഓക്കെ. ആ ടിക്കറ്റ് തന്നെ അത് 9 മണിക്ക് കൗണ്ടർ ഓപ്പൺ ആവുള്ളൂ. നമ്മുടെ നമ്പർ 40. ഓക്കെ. ഇതെല്ലാം ഇവിടെ ഡീമിലിറ്ററൈസേഷൻ സോൺ കാണാൻ വന്നവരുടെ വാഹനങ്ങളൊക്കെയാണ്. ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് നിന്നാൽ ബോർഡർ കാണാൻ പറ്റുമെന്ന് മിസ്റ്റർ സ്റ്റാൻലി പറഞ്ഞതനുസരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന സീനാണ്. ഇവിടെ 2 ഫെൻസിങ് കാണാം. അതിൻ്റെ ഇടയ്ക്കൊരു നോമാൻസ് ലാൻഡ് പോലെ സ്ഥലം, അത് കഴിഞ്ഞ് വീണ്ടും ഫെൻസിങ്. അപ്പോൾ ഈ അപ്പുറത്ത് കാണുന്ന ആ മല നോർത്ത് കൊറിയ ആണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇതിപ്പോൾ നമ്മുടെ സ്റ്റാൻലി വാങ്ങിച്ചൊരു ബാഗാണ് ഇവിടുന്ന്. DMC ദ ലാസ്റ്റ് ഫ്രണ്ട് ഓഫ് ദ കോൾഡ് വാർ എന്ന് എഴുതിയൊരു ബാഗ്. യുദ്ധസ്മരണയുമായിട്ട് നിൽക്കുകയാണ് അദ്ദേഹം. നമ്മൾ സൗത്ത് കൊറിയയിൽ ഒരു ഷോപ്പിൽ നിൽക്കുമ്പോൾ അതാ ഇവിടെ നോർത്ത് കൊറിയൻ ബിയർ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിൽ അടിയും ബഹളമൊക്കെ ആണെങ്കിലും മദ്യ കൈമാറ്റം നടക്കുന്നുണ്ടെന്നാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ നിൽക്കുന്ന കോഫി ഷോപ്പിലാണ്. അതിലാണിത് പ്രത്യേകമായിട്ട് ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിർത്തിയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ ബസ്സിലല്ല, ഇവിടെ നിന്ന് പ്രത്യേകം ഷട്ടിൽ ബസ്സിലാണ് കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരെയാണ് അതിർത്തി പ്രദേശം. 잠시 제 이름은 저 차원태이고요. 영어 이름은 이제 데니얼인데 오늘 이렇게 이제 한주는 그런 일정이 되어 있고요. 그리고 나서 그쪽에 이제 그 비디오로 여러 가지 이제 그 we have a couple of other tour guides here. I'm just wondering why this microphone has come to me, but the microphone always come to me. So the most inexperienced tour guide, but I am just doing everything I can to just make your tour as enjoyable as you can. Have your passport ready? The soldier is got on the bus and he's going to check your. സിവിലിയൻ ആക്സസ് കൺട്രോൾ ലൈൻ കടക്കാൻ പോകണം. നമ്മൾ ഇവിടെ വെച്ച് പരിശോധനയുണ്ട്. പട്ടാളക്കാർ വന്ന് നമ്മുടെ പാസ്പോർട്ടൊക്കെ പരിശോധിച്ചതിന് ശേഷമേ അങ്ങോട്ട് വിടുകയുള്ളൂ. So at the time, just the Seoul City Council, they just issued the warning. പാസ്പോർട്ട് 분들도 이제 이쪽에 그 여권 좀 꺼내주셔서 한번 좀 보여주세요. This Baiju. Fourth one. ഉണ്ടക്കൽ ആന്റണി മേരി. ഉണ്ടക്കൽ ആന്റണി Mary. This one. 9th one. 9. Yeah. അങ്ങനെ പാസ്പോർട്ടൊക്കെ പരിശോധിച്ചിട്ട് പട്ടാളക്കാരൻ ഉള്ളിലേക്ക് പോയിരിക്കുകയാണ്. That is located inside the DMZ. Okay, there's a counterpart village. We just passed through this civilian access control line. We are just crossing this bridge, which is a unification bridge.
Another name for this one is Cattle Bridge. The reason why it is called the Cattle Bridge is that back in 1998, the Hyundai Business Group, the chairman, the founder, Jung Ju-young, he just crossed this bridge and he just went away. The $1, he just his father, his parents just sold the cattle they just raised at home. 제 3땅굴 이쪽 거의 이제 다 왔습니다. 그래서 그 땅굴을 견학할 때는 보내드리진 않습니다. 네, 그 좀 참고하시고. 예, 그래서 이쪽에 this is the actual military demarcation line. ഇപ്പോൾ കണ്ട നീല ലൈൻ തൊട്ടാണ് ഡീമിലിറ്ററൈസേഷൻ സോൺ ആരംഭിക്കുന്നത്. ഇവിടെ വെടിനിർത്തലുള്ള സോണാണ്. ഇവിടെ ഒരു തരത്തിലുള്ള സൈനിക നടപടികളും ഉണ്ടാകാൻ പാടില്ല. So actually, because we just passed the southern limitation line, ഇവിടെയൊക്കെ സൈഡിൽ മുഴുവൻ കമ്പി വേലികൾ ഇട്ടിട്ടുണ്ട്. 보시고 나서 1시간 제가 나중에 도착하면 이제 버스에 오시는 시간을 알려드릴 테니까 그 시간까지 이렇게 버스로 오시면 될 것 같습니다. As said earlier, we found the 4 tunnels so far. Out of the 19 suspected tunnels, we only found these 4 tunnels today. 영상만 바로 가시면 됩니다. നമ്മൾ ആദ്യം ഒരു വീഡിയോ കാണിക്കും. ഇത് മിക്കവാറും നോർത്ത് കൊറിയ ചീത്ത വിളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അത് കണ്ടതിന് ശേഷമാണ് നമ്മളെ മറ്റ് കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുന്നത്. 비행기에 멈춰진 시간 속에는 전쟁의 사명이 남아 있습니다. (1950년 6월 25일) 하늘을 찌릿한 호통 소리와 함께 시작된 북한의 기습함침으로 전쟁이 시작됐습니다. 전쟁으로 인해 국토는 피폐해질 대로 피폐해졌고 처참한 동족 산전의 비극은 약 390만 명에 달하는 사상자와 발견되었고 이들이 1975년 3월 24일 강원도 초단 북쪽 13km 지점에서 제2땅굴이 발견됩니다. 그리고 1978년 10월 17일 판문점 남쪽 4km 지점인 군산국에서 남방 435m 지점에서 발견된 제3땅굴은 1시간에 3만 명의 병력과 약호된 중화기를 통과시킬 수 있는 규모로서 땅굴 내부에는 북한의 남청동 땅굴이라는 증거들이 곳곳에 나타나 있고 അങ്ങനെ സിനിമ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നടക്കുകയാണ്. ആയിരത്തി 1950 നോർത്ത് കൊറിയ സൗത്ത് കൊറിയയെ ഒന്ന് കീഴടക്കി ഇൻവേഡ് ചെയ്തു, നുഴഞ്ഞു കയറി.
അത് ഒരു വലിയ ദുരന്തത്തിലേക്കാണ് നയിച്ചത്. ഏതാണ്ട് 40 ലക്ഷം പേര് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിൽ മരിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നെ വെടി നിർത്തലൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും നോർത്ത് കൊറിയ അടങ്ങിയൊന്നുമില്ല. അവർ ടണലുകളൊക്കെ നോർത്ത് കൊറിയയിൽ സൗത്ത് കൊറിയയിലേക്ക് നിർമ്മിച്ച് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. Alright, and we passed by Korean Army camp there. Then now we are there, South Korea. So this is our border, MDL, military demarcation line. Our border, military demarcation line. So this is. നോർത്ത് കൊറിയ ഭരിക്കുന്നത് കിം ജോങ് ഉൽ എന്ന ഒരു ഭ്രാന്തനായതുകൊണ്ട് ഏത് നിമിഷം എന്തും സംഭവിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. നമ്മൾ അണുബോംബൊക്കെ ഇട്ട് വേണമെങ്കിൽ അമേരിക്ക വരെ നശിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നത് കണ്ടു. അതുകൊണ്ട് ഏത് നിമിഷവും ഇനിയൊരു യുദ്ധവും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. നോർത്ത് കൊറിയയ്ക്ക് ചൈനയുടെ ബാക്കപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സൗത്ത് കൊറിയ എപ്പോഴും US-ഉമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള യുദ്ധമായിട്ട് പോലും മാറാനുള്ള സാധ്യതയുണ്ട്. ഇടയ്ക്ക് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സഹകരിക്കാൻ തീരുമാനിക്കുകയും രണ്ട് കൂട്ടരും കൂടി ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ബോർഡറിൽ തുടങ്ങുകയൊക്കെ ചെയ്തു. രണ്ട് രാജ്യങ്ങളിലെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി ജോലി ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആ സമയത്താണ് നോർത്ത് കൊറിയ ടണലുകൾ സൗത്ത് കൊറിയയിലേക്ക് നിർമ്മിക്കുന്നത് ശ്രദ്ധയപ്പെട്ടു. അതോടുകൂടി എല്ലാ സമാധാന ശ്രമങ്ങളും പരാജയപ്പെട്ടു. UN and US signature, no Korean government signature there. At that time, Korean people we are against because we wanted to be reunified again. So also this was not a peace treaty. It's just a ceasefire. No, they started the Nicanor from north in northern DMZ area, and you see dynamite hole. They are all North Korean soldiers. Dynamite holes are facing there south. Because they started to turn on from North Korea. So these dynamite holes are the decisive evidences North Korea they did this tunnel. ഇതുപോലെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് എത്ര ടണൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ദൈവത്തിന് അറിയാവൂ. ദൈവമേ നന്നായിട്ടൊന്ന് കണ്ടുപിടിച്ച് കൊടുക്കണേ. ഇവിടെ വേറൊരു തമാശ ഉണ്ടായിട്ടുണ്ട്. ഹ്യുണ്ടായുടെ ചെയർമാൻ ചുങ് ജു യുങ് 1001 പശുക്കളുമായിട്ട് നോർത്ത് കൊറിയ സന്ദർശിച്ചൊരു സംഭവം ഉണ്ടായതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ചുങ് ജു ശരിക്കും നോർത്ത് കൊറിയൻ പൗരനാണ്. അദ്ദേഹം ചെറിയ പ്രായത്തിൽ വീട്ടിൽ നിന്നും നോർത്ത് കൊറിയയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തി ഇവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായിട്ട് മാറിയപ്പോൾ അന്ന് വീട്ടിലൊരു പശുവൊക്കെ ആയിട്ട് ജീവിച്ചൊരു പാവപ്പെട്ട കുടുംബത്തിലെ ആളായിരുന്നു അദ്ദേഹം ഇവിടെ എത്തി വലിയ പണക്കാരനായ ശേഷം 1001 പശുക്കളെയുമായിട്ട് മാതൃരാജ്യം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. ആ കഥയാണ് പറയുന്നത്. ഇത് നോർത്ത് കൊറിയ സൗത്ത് കൊറിയയിലേക്ക് ഉണ്ടാക്കിയ തുരങ്കത്തിൻ്റെ ഒരു രൂപരേഖയാണ്. 1635 മീറ്റർ നീളത്തിലാണ് ആരും അറിയാതെ സൗത്ത് കൊറിയയിലേക്ക് എത്താൻ വേണ്ടി അവർ തുരങ്കം നിർമ്മിച്ചത്. അതിൽ 250 മീറ്ററോളം സ്ഥലത്ത് ഇപ്പോൾ ജനങ്ങൾക്ക് പോയി കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ അവിടെ വീഡിയോ ഒന്നും അനുവദിക്കില്ല. ഡീമിലിറ്ററൈസേഷൻ സോൺ എന്നെഴുതിയിരിക്കുന്ന DMZ എന്നെഴുതിയ സ്ഥലത്ത് നിന്ന് ആൾക്കാരെല്ലാം ഫോട്ടോ എടുക്കുന്നു. ഇവിടെ ഒരു ശില്പവുമുണ്ട്. സോ They just go into the DMZ area to search any kind of, any kind of military action, invasion, or just any kind of suspected areas or something like that. So they just go into the DMZ at a regular basis. Okay. 자, 그러면 저기 그 한국 분들은 이제 이쪽 그 땅굴 잘 보셨죠? Southern limitation line on the road here, the blue line. Can you see that? You can stand up at the front here. That's the southern limitation line. വീണ്ടും ഇവിടെ ഒരു നീല ലൈൻ കാണാം. ഇതൊക്കെ DMZ കടന്നു പോകുന്ന വഴികളാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് DMZ
നന്നായിട്ട് കാണാൻ പറ്റുന്ന പനോരമിക് വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ്. Okay. So there's one on the residential villages located inside the DMZ. So in North Korea, they just set up one village, and South Korea, we just put a one village there as well. So that village, we have about the 300 people living in that area. And also in North Korea, they have some people living in that area as well. But in South Korean village, Gizongdong village, it's very particular, very unique village located inside the DMZ. So all the people living in the Gizongdong village. Okay, just the driver said that he's going to give us 25 minutes of time here at the observatory. Okay. 이쪽에서는 이제 25분 정도 시간을 주신다고 하니까. ഇനി നമ്മൾ കൃത്യമായിട്ടും നോർത്ത് കൊറിയ കാണാവുന്ന ഒരു ഒബ്സർവേറ്ററി കയറുമ്പോഴാണ് അതിർത്തിയും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും. എന്തായാലും ഒരു അതിർത്തി ഇത്രയും ഭംഗിയായിട്ട് സൂക്ഷിച്ച് ടൂറിസത്തിന് വിട്ടുകൊടുത്തിരിക്കുന്ന ആദ്യമായിട്ട് കാണുകയാണ്. That is Songang. Songang Mountain. To the right, to the left is Jinmo. Jinmo Mountain. Between mountains. That's Korea flag. Yeah. Yeah. That's Kaesong City. Kaesong City. ഇതാണ് നമ്മൾ നോർത്ത് കൊറിയ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഫെൻസിങ് പോകുന്നതാണ് രണ്ട് രാജ്യങ്ങളുടെ അതിർത്തി. South Korea television programs cannot be watched by Australian people. It's jamming, you know. ഇതാണ് നമ്മൾ നിൽക്കുന്ന ഒബ്സർവേറ്ററി. ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നതൊക്കെ നോർത്ത് കൊറിയയാണ്. ഇവിടെ ഒരു തിയേറ്റർ പോലെ ഗാലറി ഇരുന്നുകൊണ്ട് നോർത്ത് കൊറിയ കാണാനുള്ള അവസരമുണ്ട്. അത് കൊള്ളാം. ഇനി നമ്മൾ ഒബ്സർവേറ്ററിലേക്ക് പോകാൻ വേണ്ടി ലിഫ്റ്റ് കയറാൻ പോകുന്നു. 3rd floor. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത്. ഈ ഫസ്റ്റ് നമ്മളിവിടെ കാണുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി ഇൻ നോർത്ത് കൊറിയയാണ്. എൻ്റെ പേര് അദ്ദേഹം പറഞ്ഞെങ്കിലും ഞാൻ മറന്നുപോയി. ഈ ബോർഡറിൽ നിന്ന് 270ഓളം കിലോമീറ്റർ ദൂരെയാണ് പ്യോങ്യാങ് എന്ന ക്യാപിറ്റൽ സിറ്റി, കൊറിയയുടെ ക്യാപിറ്റൽ സിറ്റി. അവിടെ നോക്കി നമുക്ക് ദൂരെ നിന്ന് മിസ്റ്റർ ജിങ് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കിങ് ജോങ് ഉല്ലിൻ്റെ നോർത്ത് കൊറിയ ഒന്ന് കാണാം. നോർത്ത് കൊറിയയിലേക്ക് നോക്കി രോമാഞ്ചമണിയുന്ന ഒരു യുവതി. അപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ഏത് നിമിഷം ഒരു ബോംബ് ഇങ്ങോട്ട് വരാം. കാരണം അത്രയും സ്നേഹത്തിൽ കഴിയുന്ന രണ്ട് രാജ്യങ്ങളാണ്. തന്നെയല്ല, അപ്പുറത്ത് നോർത്ത് കൊറിയ ഭരിക്കുന്ന ഒരു വെളിവില്ലാത്ത മനുഷ്യനായതുകൊണ്ട് ഏത് നിമിഷം ഒരു ആക്രമണം പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നോർത്ത് കൊറിയയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സിറ്റി. ഈ കാണുന്ന പുഴയുടെ അക്കരെ കാണുന്നതാണ് നോർത്ത് കൊറിയ. ആ മലനിരകളും ഇതെല്ലാം നോർത്ത് കൊറിയയുടെ ഭാഗമാണ്. ഈ കാണുന്നത് ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്. ആ ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് ഇവർ തമ്മിൽ ഒരുമിച്ച് സഖ്യത്തോടു കൂടി നിർമ്മിച്ചതെങ്കിലും പിന്നീട് നോർത്ത് കൊറിയ ടണലുകൾ നിർമ്മിച്ചത് മനസ്സിലാക്കിയതോടുകൂടി എല്ലാ സമാധാന ശ്രമങ്ങളും ഉപേക്ഷിക്കുകയും ഈ രണ്ട് രാജ്യങ്ങളും ചേർന്ന് ഒരുമിച്ച് നിർമ്മിച്ച ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉപേക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് സൗത്ത് കൊറിയയുടെ ഫ്ലാഗാണ്. എന്നാൽ ഇവിടെ കാണുന്ന ചുവന്ന നിറമുള്ളൊരു ഫ്ലാഗ് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അത് നോർത്ത് കൊറിയയുടെ ഫ്ലാഗാണ്.
ഇവിടെ നിന്ന് നോർത്ത് കൊറിയയിലെ ദൃശ്യങ്ങൾ അടുത്ത് കാണാൻ വേണ്ടി കുറേ ബൈനോക്കുലേഴ്സ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് അടുത്ത കാലം വരെ അത് പൈസ ഇട്ടാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് നിർത്തി. നമുക്ക് വെറുതെ നോക്കിയാൽ മതി, കാണാൻ സാധിക്കും. അങ്ങനെ ആ ദൂരെയുള്ള ഇവിടുത്തെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി, അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന കൊടിമരങ്ങൾ അതെല്ലാം കാണാൻ സാധിക്കും. വൈകുന്നേരത്തോടുകൂടി ഇങ്ങോട്ടുള്ള സന്ദർശകരെ അവസാനിപ്പിക്കും. അതായത് സന്ധ്യയ്ക്ക് ശേഷം ഇങ്ങോട്ട് പ്രവേശനമില്ല. എന്തായാലും ലോകത്തിലെ ഏറ്റവും ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു അതിർത്തി പ്രദേശമാണിത്. ഏത് നിമിഷവും കിങ് ജോങ് ഉല്ലിന് എന്തെങ്കിലും സംഭവിച്ചാൽ, തലയ്ക്ക് ചെറിയ വെളിവുകേട് വന്നാൽ ഉടൻ തന്നെ ഒരു ബോംബ് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം കൂടെ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ, അണുബോംബൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. എന്തായാലും ഇവിടം വരെ വന്നിട്ട് കിങ് ജോങ് ഉല്ലിനെ കാണാതെ പോയാൽ എന്ത് വിചാരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ തിരിച്ചു തന്നിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കിങ് ജോങ് ഉൽ എന്നെ വിളിക്കുകയും ഇവിടം വരെ വന്നിട്ട് അവിടെ വരാതെ പോയത് മോശമായിപ്പോയി എന്ന് പറയുന്നത് എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇവിടെ നമ്മുടെ പോകാനുള്ള വിസയില്ല. മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ നിന്ന് നോക്കിയാൽ ചിലപ്പോൾ ഇതിൽ കൂടെ നോക്കിയാൽ എവിടെയെങ്കിലും കിങ് ജോങ് ഉൽ നിൽപ്പുണ്ടോ എന്ന് നോക്കി ഞാൻ, പക്ഷേ ഒരിടത്തും ഇല്ല. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ തിരക്കുള്ള ദിവസമായിരിക്കാം. എന്തായാലും ഇത്രയും ചളി പറഞ്ഞുകൊണ്ട് നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു ഒബ്സർവേറ്ററിയുടെ ഈ സൈഡിൽ നമ്മൾ കാണുന്നത് സൗത്ത് കൊറിയയുടെ മനോഹരമായ പ്രദേശങ്ങളും വൻ നഗരങ്ങളും, അവിടെ കാണുന്നത് നോർത്ത് കൊറിയ. അങ്ങനെ രസകരമായ ഒരു ഒബ്സർവേറ്ററിയാണിത്. ഇവിടെ നിന്നാൽ നമ്മൾ കാണുന്ന ഓരോരോ സ്ഥലങ്ങൾ ഏതാണെന്ന് വ്യക്തമായിട്ട് തരാൻ വേണ്ടി നമുക്ക് ടച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. പക്ഷേ എനിക്ക് അത്ര ഹൈറ്റ് ഇല്ല കേട്ടോ. അതാ നഗരമാണ് കാണിക്കുന്നത്, നോർത്ത് കൊറിയയിലെ ആ നഗരമാണ് കാണിക്കുന്നത്. ആ നഗരത്തിൽ ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ ടച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും. 콩과 쌀, 그다음에 그 인삼이 있는데 그 콩으로 만든 그 아이스크림이 아주 그 유명하다고 그래요. 그래서 한번 여기 그 투어를 마치고 나서 이제 저희는 이제 인증각으로 이제 돌아가게 되죠. Did you see that? Yeah. So after during the Korean War. ഇവിടെ ഈ DMCയുടെ സൈഡിലൊക്കെ നിങ്ങൾക്ക് ചുമന്ന നിറമുള്ളൊരു ബോർഡ് കാണാം. അത് മൈൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവരുടെ യുദ്ധകാലത്ത് 1 കോടി ലാൻഡ് മൈനുകളാണ് ഈ DMC, അതായത് ഡീമിലിറ്ററൈസ്ഡ് സോണിൽ കുഴിച്ചിട്ടിരിക്കുന്നത്. അത് എടുത്ത് കളഞ്ഞിട്ടില്ല. 1 കോടി, അതാണ് അങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത് മൈൻ എന്ന്. The South Korean reconnaissance, the battalion, when they just went into the DMZ, they just stepped on this landmine and it exploded, and some of the soldiers were seriously injured. That incident happened just a couple of years ago, and I think that people just suspected that they just North Korean people just put that landmine just inside the DMZ. So it looks like when they just drop the landmine, it looks like the butterflies fly. Located inside the DMZ, these two villages are not located on the DMZ, but it is inside, the civilian access control line. So did you see that the Gyeongdong village inside the DMZ? ഇനി DMCയുടെ ഉള്ളിൽ 2 ഗ്രാമങ്ങളുണ്ട്. അതിലൊരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അത് ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പ്രകാരം നിലവിലുള്ള വില്ലേജുകൾ മാറ്റേണ്ടതെന്ന് തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന 300-ലധികം പേര് താമസിക്കുന്ന 2 വില്ലേജുകളുണ്ട്. അതിലൊന്നിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. So all the rice on outside, it is printed the United Nations command and the East flag as well. ഈ കാണുന്ന വില്ലേജ് മാർക്കറ്റാണ്. ഈ ഒരു DMCക്ക് ഉള്ളിലുള്ള വില്ലേജിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. വലിയ കൃഷിയിടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കൃഷിയിടങ്ങൾ പ്രധാനമായിട്ടും കൃഷിയാണ് ഇവരിവിടെ ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു ബീൻസ്, ഇവരുടെ ബീൻസിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു ഐസ്ക്രീം വളരെ പ്രസിദ്ധമാണെന്നൊക്കെ നമ്മുടെ ഗൈഡ് പറയുന്നുണ്ടായിരുന്നു. യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്രസഭയാണ് ഇവിടുത്തെ കൃഷിയുടെയും ഇവരുടെ ഈ ഗ്രാമത്തിലുള്ളവരുടെയൊക്കെ ജീവിതം നിയന്ത്രിക്കുന്നതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായ ജീവിതമാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രൊഡക്ട്സ് നോക്കാം. ഇതിവിടുത്തെ പ്രൊഡക്റ്റാണ്. $20 കിലോഗ്രാമിന് 68,000 വോൺ. ഇവിടുത്തെ വോൺ ഡീമിലിറ്ററൈസ്ഡ് സോണിൽ കൃഷി ചെയ്യുന്നതാണെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസിൻ്റെ ലോഗോയും ഇതിൽ കാണുമെന്നാണ് ഗൈഡ് പറഞ്ഞത്. പക്ഷേ അതൊന്നും കാണിക്കുന്നില്ല. മറ്റേ സൈഡിലായിരിക്കും ഒരു പക്ഷേ. ഇനി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റു ചില സാധനങ്ങൾ എല്ലാം DMC.
എന്നുള്ള ബാഡ്ജിങ്ങോടുകൂടിയാണ്. കടുക്, ഇത് കടുകല്ല, എള്ള് അല്ലേ. പലതരത്തിലുള്ള ധാന്യങ്ങൾ കാണാം. എല്ലാം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. 300 പേര് മാത്രം താമസിക്കുന്ന ഗ്രാമത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കണ്ടോ. പഞ്ചസാര ഗുളികയല്ലേ, കോണല്ലേ. ഇതൊക്കെ കോണിൽ നിന്ന് നിർമ്മിക്കുന്ന സാധനങ്ങളാണ്, കഴിക്കാനുള്ള സാധനങ്ങൾ. ഇതെന്തായാലും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് തോന്നുന്നില്ല. ടീഷർട്ടൊക്കെ സിമ്പിൾ നടുക്കും DMCയുടെ ഈ ഒരു ഇങ്ങനെ ഉണ്ടോ. ഇവിടെ കൊറിയയുടെ ഫ്ലാഗ്, ഇവിടെ USA ഫ്ലാഗ്, ഇവിടെ UN-ൻ്റെ യുണൈറ്റഡ് നേഷൻസിൻ്റെ സിമ്പല് എല്ലാം കൂടി വെച്ചിട്ടുള്ള തൊപ്പിയൊക്കെയാണ്. അമേരിക്ക കാര്യമായിട്ട് ഇടപെടുന്നുണ്ടെന്നാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ സിയാദ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബീൻസിൽ നിന്നുണ്ടാക്കുന്ന ഇവരുടെ സ്പെഷ്യാലിറ്റി ഐസ്ക്രീം. എങ്ങനെയുണ്ട്, നല്ലതാണോ? ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ബീൻസ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു നീല നിറമായിരിക്കുമെന്ന്, പക്ഷേ അല്ലല്ലോ, ടേസ്റ്റ് ഉണ്ട്. നമുക്കപ്പോൾ ഇവിടെ എല്ലാവരും അത് വാങ്ങിക്കാൻ നിൽക്കുകയാണ്. ഞാൻ പക്ഷേ ഒരു ഐസ് സ്റ്റിക്കാണ് വാങ്ങിച്ചത് കേട്ടോ.